ഹായ്, ഇന്ന് ഞാനിവിടെ കുമരകത്താണുള്ളത്. എനിക്കിന്നിവിടെ ബെന്നിച്ചേട്ടനും വിജയമ്മ ചേച്ചിയും കൂടെ ഒരു ചക്ക സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേങ്ങയും ചക്കയും വെച്ചിട്ടുള്ളൊരു അടിപൊളി കോമ്പിനേഷനുള്ള ചക്കപ്പുഴുക്കാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഒട്ടും കലർപ്പില്ലാതെ തൊടിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് തേങ്ങയും ഒന്ന് ചക്കയും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ഇന്നിവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ കിച്ചണൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, കുറച്ച് കറിവേപ്പില, കൂടെ വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കുന്നു. അടച്ചു വെച്ച് വേണം വേവിക്കാൻ. ഇവിടെ ഇപ്പം നമ്മൾ തൽക്കാലം ഒരു വാഴ ഇല വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് കോക്കനട്ട് ആണുള്ളത്. കോക്കനട്ടിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ കുറച്ച് ജീരകം. അപ്പം ഇത് നമ്മുടെ ചേച്ചി ഇപ്പം നമുക്ക് അരച്ച് കൊണ്ടുവരും. അപ്പം ചേച്ചി അരകല്ലിൽ നല്ല സൂപ്പറായിട്ട് അരച്ച് ഇവിടെ തേങ്ങാക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഈ പുഴുങ്ങിയ ചക്കയിലോട്ട് ഇട്ട് ഇളക്കി വെക്കാം. ഈ അരപ്പിൻ്റെ കുറച്ച് ബാലൻസ് ഉള്ളത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, കാരണം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഈ കുഴഞ്ഞ് വന്നിരിക്കുന്ന ചക്ക റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മളതിൻ്റെ മൂടി അങ്ങോട്ട് തുറന്നു കഴിയുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ വെളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെയും ആ പച്ചമുളകിൻ്റെയും ആ തേങ്ങയുടെയൊക്കെ ഫ്ലേവർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം അതാണ് അതിൻ്റെ ഒരു ഫീല്. അതിനെ ഒന്ന് നല്ലോണം ഇളക്കി നല്ല കുഴഞ്ഞ കൺസിസ്റ്റൻസിയിൽ വരണം. അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പം തേങ്ങയൊക്കെ ഇട്ട് അരച്ചു വെച്ച ചക്കപ്പുഴുക്ക് സൂപ്പറായിട്ടുണ്ട്. ചേട്ടന്മാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നതും വരെ ബൈ.